കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് അദ്ദേഹം ഇപ്പോൾ കവടിയാർ രാജ്ഭവനിൽ വിശ്രമിക്കുന്നു. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഡോക്ടർ ശശി തരൂർ MP തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ റോഡിന് ഇരുവശത്തും പ്രധാനമന്ത്രി കാണാനായി നൂറുകണക്കിന് ആളുകൾ കാത്തുനിന്നു. തിരുവനന്തപുരത്ത് സലീം മാലിക് ചേരും. അതേപോലെ തുറമുഖത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ വിഴിഞ്ഞത്ത് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സലീം മാലിക് ചേരുന്നു. സലീം, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് വിവരങ്ങൾ? ഗുഡ് ഈവനിങ്. പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മാത്രമാണ് തലസ്ഥാനത്തേക്ക് എത്തിയത്. 7:45 പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തും, വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പറഞ്ഞതിൽ നിന്നും ഒരു മിനിറ്റ് പോലും വൈകാതെ കൃത്യം 7:45 പ്രധാനമന്ത്രിയുമായുള്ള വിമാനം ഇവിടേക്ക് ലാൻഡ് ചെയ്തത്. അതിന് പിന്നാലെ 10 മിനിറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് 7:55 പ്രധാനമന്ത്രി അതിൻ്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. BJP പ്രവർത്തകരുടെ വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ അഭിമാന പദ്ധതി കമ്മീഷനിങ് ചെയ്ത് അത് രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി എത്തുമ്പോൾ വലിയ സ്വീകരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്വീകരണവും ഉണ്ടായിരുന്നു. ഈ വിമാനത്താവളത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സംസ്ഥാനത്തിന്റെ പേരിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഒപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ ശശി തരൂർ MP, ചീഫ് സെക്രട്ടറി, DGP, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരും ഒപ്പം ഈ സ്വീകരണ ചടങ്ങിലുണ്ടായിരുന്നു. അതിന് പുറമെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ, മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നിരവധി BJP നേതാക്കൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിനകത്തേക്ക് അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഈ കമ്മീഷനിങ് ചടങ്ങിലേക്ക് ഔദ്യോഗിക ക്ഷണിതാക്കളുടെ പട്ടികയിലുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നൽകിയ പട്ടികയാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയൊക്കെയുള്ള വലിയ തർക്കം നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതിനുശേഷം 4 ഇടങ്ങളിൽ, തലസ്ഥാന നഗരത്തിന്റെ 4 ഇടങ്ങളിലായിരുന്നു BJP പ്രവർത്തകർ ഈ പ്രധാനമന്ത്രിക്കായി സ്വീകരണം ഒരുക്കിയത്. വലിയ മുദ്രാവാക്യങ്ങളോടുകൂടിയായിരുന്നു സ്വീകരണം ഒരുക്കിയത്. അതിനിടയിൽ വെള്ളയമ്പലം ഭാഗത്ത് ഈ തെരുവിളക്കുകൾ കത്തുന്നില്ല. പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി പോലും തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നില്ല. അത് സുരക്ഷാ വീഴ്ചയാണ് എന്ന് കാണിച്ച് BJP കൗൺസിലർമാർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അല്പസമയം മുൻപ് പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. നഗരത്തിൽ മാത്രമായി 4000-ലധികം പോലീസുകാരെയാണ് പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷ തലസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമൊക്കെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പരിശോധന നടത്തുകയും അതൊക്കെ വ്യാജ ഭീഷണിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ആ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി പതിവിന് വിപരീതമായി പതിവിൽ എത്തിക്കുന്നതിനേക്കാൾ വലിയ പോലീസ് വ്യൂഹത്തെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നാളെ ഈ പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്ഭവനിൽ വിശ്രമിക്കുന്ന പ്രധാനമന്ത്രി നാളെ 10:15 രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങും. അതിനുശേഷം 10:25 പാങ്ങോടേക്ക് എത്തും. 10:25 പാങ്ങോട് നിന്ന് ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് എത്തും. 10:40 വിഴിഞ്ഞത്തേക്ക് എത്തുക. അതിനുശേഷം ഓപ്പറേഷൻസ്, ഈ വിഴിഞ്ഞത്തെ ഈ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്താനായാണ് 20 മിനിറ്റ് ഓപ്പറേഷൻ സെന്റർ സന്ദർശിക്കും. അതിനുശേഷം പിന്നാലെ 11 മണിയോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കും. 11 മണി മുതൽ ആരംഭിക്കുന്ന ചടങ്ങ് 12:30 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൃത്യം 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാക്കും. അതിൽ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. യഥാർത്ഥത്തിൽ നാളെ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഈ ഒരു രാജ്യാന്തര തുറമുഖ പദ്ധതിയായി മാറാൻ പോകുന്ന ഈ പദ്ധതി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണെന്ന് നമുക്കറിയാം.